നമസ്കാരം. തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൾട്ടി പൊട്ടിത്തെറിയുടെ തീവ്രതയുള്ള ഒരു സിനിമ. നാട്ടുംപുറത്തിൻ്റെ ചൂടും ചൂരും, കരുത്തുറ്റ കഥാപാത്രങ്ങളും, രാഷ്ട്രീയത്തിൻ്റെ അടരുകളും, തത്വചിന്തയുടെ ആഴവുമായി ഓരോ ഫ്രെയിമും തീപ്പൊരി. ഒരു ചോദ്യമുയരുന്നുണ്ട്, ഇരുട്ട് കൂടി വരികയാണോ? പക്ഷേ ബൾട്ടി ഒന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. കബഡി കളിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സ്പോർട്സ് ഗാങ്സ്റ്റർ ഡ്രാമ ചിത്രമാണ് ബൾട്ടി. ഒരു അതിർത്തി ഗ്രാമത്തിലെ ജീവനുള്ള കഥ. ഉണ്ണി ശിവലിംഗമാണ് സംവിധാനം. വെറുതെ കഥ പറഞ്ഞു പോവുകയല്ല, ആവേശവും ഉദ്വേഗവും ജനിപ്പിച്ച് ഒരു തീജ്വാല പോലെ നമ്മിലേക്ക് പടരുന്ന ചിത്രമാണ് ബൾട്ടി. പഞ്ചമി റൈഡേഴ്സ് എന്ന കബഡി ടീമിലെ 4 കളിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭൈരവനിലൂടെ വികസിക്കുന്ന സിനിമ. കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് വല്ലാത്ത ഊർജം പ്രസരിപ്പിക്കുന്ന സിനിമയാണ് ബൾട്ടി. അലക്സ് ജെ പുളിക്കലാണ് ക്യാമറ. സായി അഭ്യങ്കാർ എന്ന 20 വയസ്സുകാരനാണ് സംഗീതം. ഒരർത്ഥത്തിൽ വില കൂടിയ താരം. ജാലക്കാരി എന്ന പാട്ട് ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് ടി കുരുവിളയും ബിനു ജോർജും ചേർന്നാണ്. ഉദയൻ, കുമാർ, രമേശ്, മണി എന്നീ 4 കബഡി കളിക്കാർ, ഭൈരവൻ, സോഡാ ബാബു, ജീമ തുടങ്ങി 3 വില്ലന്മാർ, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ. ചെറുതും വലുതുമായ ഒരു കഥാപാത്രത്തെയും നമ്മൾ മറക്കില്ല. വേലകളിക്കാർക്കൊപ്പം ചില സെക്കൻഡുകൾ നൃത്തം ചവിട്ടുന്ന ഒരു പാട്ടിയുണ്ട്, ഒരു മുത്തശ്ശി. മനസ്സിൽ അവർ പോലും മായാതെ നിൽക്കുന്നു. ഉദയനായി അരങ്ങ് തകർക്കുന്നത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗത്തിൻ്റെ 25ാമത് ചിത്രം. ഷെയ്നിൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ബൾട്ടിയിലെ ഉദയൻ. സത്യത്തിൽ ഉദയൻ ബൾട്ടിയിൽ ഉറഞ്ഞാടുകയാണ്. കുമാറായി അഭിനയിക്കുന്നത് തമിഴ് സിനിമയിലെ ശാന്തനു ഭാഗ്യരാജാണ്. ഭാഗ്യരാജിൻ്റെയും പഴയകാല മലയാള നടി പൂർണിമ ജയറാമിൻ്റെയും മകൻ. രമേശായി ജക്സൺ ജോൺസണും മണിയായി ശിവ ഹരിഹരനും ആണ് ഉള്ളത്. ബൾട്ടിയിൽ 3 വില്ലൻ കഥാപാത്രങ്ങളുണ്ട്. ഈ നാട്ടിൽ ആരൊക്കെ ഭൂമി വാങ്ങണമെന്ന് എൻ്റെ അച്ഛനാണ് പണ്ട് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ തീരുമാനിക്കും, അത് കഴിഞ്ഞ് എൻ്റെ മകൻ തീരുമാനിക്കും. ഇത് അൽഫോൺസ് പുത്രൻ അവതരിപ്പിക്കുന്ന സോഡാ ബാബുവിൻ്റെ വാക്കുകളാണ്. എൻ്റെ പൊന്നോ, എന്തൊരഭിനയം! വ്യത്യസ്തനായ ഒരു വില്ലൻ, സദാസമയം ചായ കുടിക്കാരൻ. ചായയുടെ ഗ്ലാസ് ഒരു പ്രത്യേക രീതിയിൽ ആട്ടിക്കൊണ്ടാണ് ചായ കുടി. ആള് വട്ടിപ്പലിശക്കാരൻ തന്നെ. പക്ഷേ കോളേജ് പിള്ളേരാണ് ബെനിഫിഷ്യറീസ്. അപ്പൻ തുടങ്ങിയ പെരുമാൾ സോഡ കമ്പനിയുമായി നീങ്ങുന്ന സോഡാ ബാബുവിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഗംഭീരമാണ്. ആകെക്കൂടി സോഡാ ബാബുവിനെ അൽഫോൻസ് പുത്രൻ സൂപ്പറാക്കി. വട്ടിക്കാരൻ ഭൈരവൻ എന്നൊരു കഥാപാത്രമുണ്ടതിൽ. തമിഴിലെ സംവിധായകൻ കൂടിയായ സെൽവരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഈ സിനിമയിലെ ഏറ്റവും വൈവിധ്യമാർന്ന കഥാപാത്രമാണിത്. പോർത്താമരൈ ഫിനാൻസ്, പോർത്താമരൈ മോട്ടോഴ്സ്, പോർത്താമരൈ ഹോട്ടൽസ് എന്നിങ്ങനെ കുറേ സ്ഥാപനങ്ങളുടെ മുതലാളി. കഴുത്തറപ്പൻ ജംബോ പലിശ വാങ്ങിക്കുന്ന സ്ഥാപനം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണെന്നതാണ് തമാശ. പലിശ മേടിച്ചു മടുത്ത ഭൈരവൻ ജനങ്ങൾക്കിനി പലിശ അങ്ങോട്ട് കൊടുക്കാൻ ഒരു സ്ഥാപനം തുടങ്ങുന്നു, പോർത്താമരൈ സ്മോൾ ഫിനാൻസ് ബാങ്ക്. പുറത്തു സ്നേഹവും കാരുണ്യവും വാക്കിലും നോക്കിലും പ്രകടിപ്പിക്കുന്ന ഒരു വട്ടിക്കാരൻ. കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പും ഇരയ്ക്ക് വയറ് നിറയെ നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് നിർബന്ധമുള്ളയാൾ. കുളന്തകളുണ്ടെങ്കിൽ ഐസ്ക്രീം മസ്റ്റ്. കൊച്ചു സുന്ദരൻ, ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ. ഈ ഭൈരവൻ്റെ വേഷവും ഉടുത്തുകെട്ടും സംസാരവും ആരെയൊക്കെയോ ചേർത്ത് വെച്ചതുപോലെ. 30 വർഷം മുമ്പ് ഒരു ബൈക്ക് വർക്ക്ഷോപ്പിലെ പണികാരനായിരുന്നു ഭൈരവൻ. അവിടെ വെച്ച് തൻ്റെ മേൽ കൈവച്ചവനെ ഇല്ലാതാക്കി ജീവിതം തുടങ്ങിയവൻ. തികഞ്ഞ ഭക്തൻ. കാലഭൈരവനാണ് ഇഷ്ടദൈവം. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ശൂലമാണ് ആയുധം. ദൈവത്തിന് മുന്നിലിട്ടിരിക്കുന്ന കസേരയിലാണ് ഇരിപ്പ്. മക്കളെ എന്നൊരു വിളിയുണ്ട്. ഭൈരവനെ മറക്കാനാവില്ല. പൂർണിമ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ജീമ എന്ന കഥാപാത്രം പെർഫെക്റ്റായ ഒരു കഥാപാത്രമാണ്. അഭിനയത്തിൽ നാച്ചുറൽ. ഓവറാകാമായിരുന്ന ഒരു കഥാപാത്രത്തെ ഉണ്ണി ഗംഭീരമായി ചെത്തി മിനുക്കി രാഗിയെടുത്തു.
സിഗരറ്റ് വലിച്ച് ബ്ലാക്ക് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗൗരി ഫിനാൻസ് തലൈവി ജീമായെ പൂർണിമ സുന്ദരമാക്കി. സമ്പത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ബൾട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ലോകാരംഭം മുതൽ മനുഷ്യൻ സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് പടപൊരുതിയത്. ചിലരുടെ പക്കൽ പണം കുമിഞ്ഞുകൂടി. പണമുണ്ടാക്കുന്നത് പാപമാണോ? പണക്കൊതിയനായി കുമാർ ലോട്ടറി എടുക്കുന്നുണ്ട്. കൂടുതൽ പണത്തിനായി കബഡി കളിക്കുന്നുമുണ്ട്. ഭൈരവനിലൂടെ സമ്പത്തിൻ്റെ വലിയൊരു ലോകം കുമാറിന് തുറക്കപ്പെട്ട് കിട്ടുന്നുണ്ട്. അധികാരവും ആയുധവും ഭരണവും തുടങ്ങി പ്രണയം വരെ പണമുള്ളവരുടെ ഒപ്പമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നേടുന്ന വളർച്ച ശാശ്വതമാണോ? ഉദയൻ അവസാനം അമ്മയോടൊപ്പം കട്ടിലിൽ വന്ന് അണയുന്ന ഒരു രംഗമുണ്ട്. അമ്മ ഉദയനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഉണ്ണി ശിവലിംഗം വളരെ ഫിലോസഫിക്കലായ ഒരു ചിന്ത ബൾട്ടിയിൽ ചേർത്ത് വയ്ക്കുന്നു. ദുരമൂത്ത് ലക്ഷ്യമില്ലാതെ ഓടുന്ന ഓട്ടത്തിന് തടയിടാൻ അമ്മമാർക്കാണോ കഴിയുന്നത്? ലോകത്തെ നന്നാക്കാൻ സത്യത്തിൽ അമ്മമാർക്കേ കഴിയൂ. ഈ ചിത്രം വേലൻപാളയത്തെ ഒരു കൂട്ടം സാധാരണക്കാരുടെ കഥ കൂടിയാണ്. ഉത്സവാഘോഷങ്ങളിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നവർ, കുതിച്ചു പായുന്ന ഭൈരവന്മാരുടെ ജൈത്രയാത്രയെ ചോദ്യം ചെയ്യുന്നതും ഒരർത്ഥത്തിൽ അവരാണ്. നിയമം, പോലീസ്, ഭരണം ഇതൊക്കെ ഭൈരവന്മാരുടേതാണ്. ഭൈരവന്റെ കൊട്ടാരത്തിന് നേരെ കറുത്ത ചേറെറിഞ്ഞ് സീല് വെക്കുന്നുണ്ട് വേലൻകുട്ടികൾ. ഉണ്ണി ശിവലിംഗത്തിന് നന്ദി. ചിത്രത്തിൻ്റെ അവസാനം ഭൈരവൻ ശൂലമെറിഞ്ഞ് നായകരെ കൊല്ലുമ്പോൾ ആ തെരുവിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം ഉണ്ണിയുടെ രാഷ്ട്രീയത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ചിത്രത്തിൽ പ്രീതി അസ്രാണി അവതരിപ്പിക്കുന്ന കാവേരിയാണ് നായിക. സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. ഒരു പൂക്കച്ചവടക്കാരി, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവൾ, കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ വേറെ. കാവേരി ഉദയനെ പ്രണയിക്കുകയാണ്, എന്നോ വരാനിരിക്കുന്ന പച്ചപ്പിനായി. പക്ഷേ വാഴച്ചരടിൽ പൂ കോർക്കുന്നവർക്ക്, നിത്യവും പണിയെടുത്ത് മുടിയുന്നവർക്ക് പച്ചപ്പ് ഒത്തിരി ദൂരെയാണ്. കാവേരിമാർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഭൈരവനും സോഡാബാബുവും ജീമായും അവരാണ് കാവേരിമാരുടെ ജീവിതം തീരുമാനിക്കുന്നത്. അവരുടേതാണ് ലോകം. അവർ തീരുമാനിക്കും ആര് വാഴണമെന്ന്, ആര് ചാകണമെന്ന്. അവരനുവദിച്ചാൽ നമുക്ക് വാഴച്ചരടിൽ പൂ കോർക്കാം.